പ്രൈസ് ദി ലോർഡ്. ദൈവനാമ മഹത്വം ഉണ്ടായിരിക്കട്ടെ. കർത്താവിൻ്റെ പാദപീഠത്തിൽ പ്രഭാതയാമത്തിൽ നമുക്കായി തീരുവാൻ ദൈവം തന്ന കൃപകൾക്കായി നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്നത്തെ അല്പനേരത്തെ ചിന്തയ്ക്കായി എടുത്തിരിക്കുന്ന തിരുവചനം മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം. ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. പ്രിയമക്കളെ, മത്തായി എഴുതിയ സുവിശേഷം 5 മുതൽ 7 വരെയുള്ള അധ്യായങ്ങൾ ഹിരിപ്രഭാഷണം എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൽ യേശുവിൻ്റെ ഉപദേശങ്ങളാണ് കാണുവാൻ കഴിയുന്നത്. അതായത് നീതിയെക്കുറിച്ചുള്ള ദൈവിക തത്വങ്ങളുടെ വെളിപ്പാടാണ് അടങ്ങിയിരിക്കുന്നത്. നാം നീതിക്ക് വേണ്ടിയുള്ള വിശപ്പും ദാഹവും ഉള്ളവരായിരിക്കണം. മത്തായി എഴുതിയ സുവിശേഷം 5-2 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ നാം നോക്കുമ്പോൾ വിവിധ തരത്തിലുള്ള ഭാഗ്യവാന്മാരെ കാണുവാൻ സാധിക്കുന്നുണ്ട്. ഇവിടെ 5-4 ദുഃഖിക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർക്ക് ആശ്വാസം ലഭിക്കും. പ്രിയ മക്കളെ, ആരാണ് ദുഃഖിക്കുന്നത്? ദൈവരാജ്യത്തിൻ്റെ ശക്തിയുടെയും ദൈവത്തിൻ്റെ നീതിയുടെയും ഓർമ്മപ്പെടുത്തലിന് മുമ്പിൽ നാം എത്രയോ ബലഹീനരാണെന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരെ കുറിച്ചാണ് ദുഃഖിക്കുന്നവർ എന്ന് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒന്നുകൂടി പറയുന്നു. ദൈവരാജ്യത്തിൻ്റെ ശക്തിയുടെയും ദൈവത്തിൻ്റെ നീതിയുടെയും ഓർമ്മപ്പെടുത്തലിന് മുമ്പിൽ നാം എത്രയോ ബലഹീനരാണെന്ന് ഓർത്ത് സങ്കടപ്പെടുന്നവരെ കുറിച്ചാണ്. പ്രിയമക്കളെ, നാം മാത്രം ദുഃഖിക്കുന്നവരാണെന്ന് പറയരുത്. കാരണം ദൈവത്തെ ദുഃഖിപ്പിക്കുന്നതായ എത്രയോ കാര്യങ്ങൾ നമ്മിൽ തന്നെ എന്ന് നാം ഒന്ന് ചിന്തിച്ചു നോക്കുക. പലപ്പോഴും ദൈവത്തെ ദുഃഖിപ്പിക്കുന്ന രീതിയിൽ നമ്മുടെ ചിന്താഗതികൾ കടന്നു പോകുന്നുണ്ട്. പാപത്തെക്കുറിച്ച് നമ്മിൽ ബോധമുണ്ടെങ്കിലും ഇന്ന് വേണ്ടാത്ത ക്രൂരതകൾ ഓരോന്നും ചെയ്തു കൂട്ടുന്നതിൽ ഒരു കണക്കുമില്ല. നമുക്ക് ലോകത്തോട് കണ്ണോടിച്ചു നോക്കുമ്പോൾ നാം എന്നും കേൾക്കുന്ന വാർത്തകൾ, നമ്മുടെ കണ്ണിന് മുമ്പിൽ കാണുന്നതെല്ലാം ഇതുപോലെ തന്നെയാണ്. നാം ഇതിൽ നിന്നെല്ലാം മാറി ദൈവസന്നിധിയിൽ ദുഃഖിക്കുന്നവരായിരിക്കണം. പാപത്തെക്കുറിച്ച് ബോധം വരുത്തുവാൻ ഓരോ മക്കളെ ഇടയാക്കണമേ എന്ന് പറഞ്ഞ് നാം പ്രാർത്ഥിക്കണം. പ്രിയ മക്കളെ, നമ്മുടെ കുറവുകൾ നാം ഏറ്റുപറയണം. നമ്മുടെ പാപങ്ങൾ എത്രമാത്രം വലുതായാലും അതിനെയെല്ലാം മാറ്റുവാനാണ് കാൽവറി ക്രൂശിൽ നമുക്കായിട്ട് ഹല്ലേലൂയ രക്തം ചൊരിഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. നിങ്ങളുടെ പാപങ്ങൾ കടും ചുവപ്പായിരുന്നാലും ഹിമം പോലെ വെളുപ്പിക്കും. ഹല്ലേലൂയ. ദൈവസന്നിധി നാം അടുത്തു വരിക. പ്രിയ മക്കളെ, ദുഃഖിക്കുന്നവർക്ക് പിതാവിൽ നിന്ന് നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ സന്തോഷവും ലഭിക്കുന്നു. ഹല്ലേലൂയ. മറ്റെവിടെയും കിട്ടുകയില്ല. പ്രിയ മക്കളെ, ദൈവ മുമ്പാകെ മാത്രമാണ് ഹല്ലേലൂയ സമാധാനവും സന്തോഷവും ലഭ്യമാകുന്നത്. ദുഃഖിക്കുന്നത് ആശ്വസിപ്പിക്കുവാനാണ് നമ്മുടെ കർത്താവ് വന്നത്. ഹല്ലേലൂയ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 61-2-3 വാക്യങ്ങളിൽ ദുഃഖിക്കുന്നവരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീറിനു പകരം അലങ്കാരമാലയും ദുഃഖത്തിനു പകരം സ്തുതി എന്ന മേലാടയും കൊടുപ്പാനാണ് തൻ്റെ അഭിഷിക്തനെ ഭൂമിയിലേക്ക് അയച്ചത്. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. എന്നും നാം ദുഃഖിച്ചിരിപ്പാനുള്ളവരല്ല. ദൈവം ഹല്ലേലൂയ നമ്മളോട് പറയുകയാണ്, നിങ്ങൾ കരഞ്ഞു വിലപിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ദൈവം പറയുന്ന, അതായത് ലൂക്കോസ് സുവിശേഷം 16-20 പറയുന്നു, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരഞ്ഞു വിലപിക്കും, ലോകമോ സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി തീരും. ആരുടെ ദുഃഖമാണ് സന്തോഷമായി തീരുന്നത്? ഒരു ദൈവ പൈതലിന്റെ ദുഃഖമാണ് സന്തോഷമായി തീരുന്നത്. ഹല്ലേലൂയ. ദുഃഖം സന്തോഷമായി തീരും. അതെങ്ങനെ? ഒരു ദൈവ പൈതലിന്റെ ദൈവത്തോടുള്ള തൻ്റെ സാമീപ്യം മൂലമാണ് അത് ലഭിക്കുന്നത്. ഹല്ലേലൂയ. പലപ്പോഴും ദൈവിക വാഗ്ദത്തങ്ങൾ നാം മറന്നു പോകുമ്പോഴാണ് ദുഃഖത്തിൻ്റെ അവസ്ഥയിൽ തന്നെ തുടർന്നു പോകുന്നത്. നോക്കൂ, പരിഹാസി എന്ന് സാറ കണ്ട ഹാഗാറിന് ദൈവിക വാഗ്ദത്തം ലഭിച്ചിരുന്നു. അതായത് ഉൽപ്പത്തി പുസ്തകം 15-10 പറയുന്നുണ്ട്, ഞാൻ നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കും, അത് എണ്ണിക്കൂടാതെ വണ്ണം പെരുപ്പമുള്ളതായിരിക്കും. കൂടാതെ അവൻ കാട്ടുകഴുതയെ പോലുള്ള മനുഷ്യനായിരിക്കും, അവൻ്റെ കൈ എല്ലാവർക്കും
വിരോധമായും എല്ലാവരുടെയും കൈ അവന് വിരോധമായും ഇരിക്കും. അവൻ തൻ്റെ സകല സഹോദരന്മാർക്കും എതിരെ പാർക്കും. നോക്കൂ പ്രിയ മക്കളെ, പ്രതികൂലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ, അതായത് ദുഃഖമേറിയ അവസ്ഥകൾ ജീവിതത്തിൽ ആഞ്ഞടിക്കുമ്പോൾ നാം വാഗ്ദത്തങ്ങൾ മറന്നു പോകുന്നു. നിന്റെ സന്തതിയെ ഏറ്റവും വർദ്ധിപ്പിക്കുമെന്ന് പറഞ്ഞ വാക്കോർക്കാതെ ഹാഗാർ, നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകം 21:15 മുതലുള്ള വാക്യങ്ങൾ നോക്കുമ്പോൾ, അതായത് തുരുത്തിയിലെ വെള്ളം ചെലവായ ശേഷം അവൾ കുട്ടിയെ ഒരു കുറുങ്കാട്ടിൽ തണലിലിട്ടു. അവൾ പോയി അതിനെതിരെ ഒരമ്പിൻ പാട് ദൂരത്തിരുന്നു. കുട്ടിയുടെ മരണം എനിക്ക് കാണണ്ട എന്ന് പറഞ്ഞ് എതിരെ ഇരുന്ന് ഉറക്കെ കരഞ്ഞു. പ്രിയമക്കളെ, പലരും ഇതുപോലെയാണ്. ദൈവിക വാഗ്ദത്തങ്ങൾ മറന്നു പോവുകയാണ്. ഹല്ലേലൂയ. 17-ാം വാക്യം പറയുന്നു, ദൈവം ബാലന്റെ നിലവിളി കേട്ടു. ദൈവത്തിന്റെ ദൂതൻ ആകാശത്ത് നിന്ന് ഹാഗാറിനെ വിളിച്ചു. പ്രിയ മക്കളെ, അവളോട് പറയാണ്, ഹാഗാറേ, നീ ഇതെന്ത്, നീ ഭയപ്പെടേണ്ട. ബാലൻ ഇരിക്കുന്നിടത്ത് നിന്ന് അവന്റെ നിലവിളി ദൈവം കേട്ടിരിക്കുന്നു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പലപ്പോഴും നമ്മുടെ നിലവിളി ഹല്ലേലൂയ കേൾക്കുന്നില്ലയോ, മറുപടി കിട്ടുകയില്ലയോ എന്ന ഭാരത്തോടിരിക്കുമ്പോൾ അവിടെ നിന്ന് ദൂതനയച്ചു പറയും, നിന്റെ നിലവിളി കേൾക്കും, നിനക്ക് മറുപടി തരും. നീ ദൈവസന്നിധിയിൽ ഉറപ്പോടെ വിശ്വസ്തയോടെ നിൽക്ക. പല വാഗ്ദത്തങ്ങളും നിന്നോട് പണ്ട് പറഞ്ഞിട്ടില്ലേ? അത് നീ ഓർക്കുന്നുണ്ടോ? പ്രിയ മക്കളെ, ഇന്ന് വചനം കേൾക്കുന്ന ഓരോ മക്കളോടും പല വിധത്തിലുള്ള വാഗ്ദത്തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പലപ്പോഴും നാം അത് മറന്നുപോകും. പക്ഷേ ഒരിക്കലും മറക്കാത്ത നമ്മുടെ പിതാവ് ആ വാഗ്ദത്തങ്ങൾ തക്ക സമയത്താണ് നമുക്ക് വേണ്ടി നിറവേറ്റി തരുന്നത്. ഹല്ലേലൂയ. എന്നിട്ട് ഹാഗാറിനോട് പറയുകയാണ്, നീ ചെന്ന് ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, ഞാൻ അവനെ ഒരു വലിയ ജാതിയാക്കും അരുളി ചെയ്തു. പ്രിയ മക്കളെ, ഹല്ലേലൂയ. എനിക്ക് കഴിയത്തില്ല എന്ന് പറഞ്ഞ് മാറി നിൽക്കുമ്പോൾ കർത്താവ് പറയാണ്, നീ താങ്ങിയെടുക്ക. ഹല്ലേലൂയ. നമ്മുടെ കരങ്ങളിലാണ് നമുക്ക് വേണ്ടുന്നതായ കാര്യങ്ങൾ നടത്തി നമുക്ക് തരുന്നത്. പ്രിയ മക്കളെ, നമുക്ക് വേണ്ട, സാധിക്കില്ല എന്ന് പറയുമ്പോൾ കർത്താപ്പച്ച നമ്മുടെ അടുക്കലേക്ക് വരികയാണ്. ഹല്ലേലൂയ. നോക്കൂ, അവളോട് പറയാണ്, ബാലനെ താങ്ങി എഴുന്നേൽപ്പിച്ചു കൊള്ളുക, നീ വിട്ടുകളയേണ്ടവനല്ല, നിനക്ക് വേണ്ടി അവൻ ഹല്ലേലൂയ വലിയത് ചെയ്തു തരും. പ്രിയ മക്കളെ, ഹല്ലേലൂയ, നാം വാഗ്ദത്തങ്ങൾ മറന്നു പോയാലും പിന്നെ നമ്മുടെ അടുത്ത് വന്ന് ഹല്ലേലൂയ സ്വാന്തന വാക്കുകൾ നൽകി ഹല്ലേലൂയ ആശ്വസിപ്പിക്കുവാൻ നമ്മുടെ ദൈവം നമ്മുടെ അടുത്തു തന്നെയുണ്ട്. ഹല്ലേലൂയ. നാം പലപ്പോഴും അത് മറന്നു പോകുന്നു. കർത്താവ് നമ്മുടെ അടുത്തുണ്ടോ എന്നുള്ളത് നാം മറന്നു പോകുന്നത് കൊണ്ടാണ് നാം ദുഃഖിക്കുന്നവരായിട്ട് തീരുന്നത്. പ്രിയ മക്കളെ, ഈ ദിവസങ്ങളിൽ ദുഃഖമെല്ലാം കാണുന്ന പിതാവ് നമ്മെ കാണുന്നുണ്ട്. ഹല്ലേലൂയ. ദുഃഖിക്കുന്നവർ ദൈവത്തിൽ ആശ്വാസം കണ്ടെത്തുവാൻ ഇടയായി തീരും. കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം ലേഖനം 1:7 പറയുന്നു, നിങ്ങൾ കഷ്ടങ്ങൾക്ക് കൂട്ടാളികളാകുന്നത് പോലെ ആശ്വാസത്തിനും കൂട്ടാളികൾ എന്നറിയാൽ നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ പ്രത്യാശ ഉറപ്പു തന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, നമ്മൾ കഷ്ടത്തിന് വേണ്ടി കൂട്ടാളിയാണ്. ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ നമുക്ക് കഷ്ടം വന്നുവെങ്കിൽ ഹല്ലേലൂയ അത് നന്മയ്ക്ക് വേണ്ടിയാണ്. പ്രിയ മക്കളെ, ദൈവസന്നിധി നമുക്ക് ഉറപ്പോടെ നിൽക്കാം. വെളിപ്പാട് പുസ്തകം 2:4 പറയുന്നുണ്ട്, 21:4 പറയുന്നുണ്ട്, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. പ്രിയ മക്കളെ, അങ്ങനെയുള്ള ഒരു ദിനമുണ്ട്. ഹല്ലേലൂയ. നാം എന്നും കണ്ണുനീരൊഴുക്കിയിരിക്കുവാനുള്ളവരല്ല. നമ്മുടെ കണ്ണുനീര് കാണുന്ന അപ്പച്ചൻ നമ്മുടെ കണ്ണുനീർ തുടച്ചു കളയും. ഹല്ലേലൂയ. അതിന് വേണ്ടുന്ന ദിവസം ഹല്ലേലൂയ ഏറ്റവും അടുത്ത് വന്നിരിക്കുന്നു. എന്നും ദുഃഖിച്ചിരിക്കുവാനല്ല ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയ മക്കളെ, നമ്മെ കാണുന്ന അപ്പച്ചൻ നമ്മുടെ അടുക്കലേക്ക് വരും. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 65:17 പറയുന്നുണ്ട്, ഇതാ ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമി സൃഷ്ടിക്കുന്നു, മുമ്പിലത്തവ ആരും ഓർക്കുകയില്ല, ആരുടെ മനസ്സിൽ വരികയുമില്ല. ഞാൻ സൃഷ്ടിക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ സന്തോഷിച്ച് എല്ലാവരും ഘോഷിച്ചുല്ലസിപ്പിൻ. ഇതാ ഞാൻ യെരൂശലേമിനെ ഉല്ലാസപ്രദമായും അതിൻ്റെ ജനത്തെ ആനന്ദപ്രദമായി സൃഷ്ടിക്കുന്നു. ഹല്ലേലൂയ. പ്രിയ മക്കളെ, ഹല്ലേലൂയ. പുതിയതൊന്നും നമുക്ക് വേണ്ടി കർത്താവ് ചെയ്യുന്നു. ദൈവസന്നിധി നമുക്ക് ഉറപ്പോടെ നിൽക്കാം. അപ്പൻ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറും. കർത്താവ്
അപ്പച്ചൻ വിശ്വസ്തനാണ്. ദൈവസന്നി നമ്മെ സമർപ്പിക്കുക. ഹല്ലേലൂയ. പരിശുദ്ധ ദൈവമേ, അങ്ങയുടെ കരങ്ങളിലേക്ക് ഇന്ന് വചനം കേൾക്കുന്ന മക്കളെല്ലാം ഏൽപ്പിക്കുന്നു. അപ്പാ, അങ്ങയുടെ കരത്തിലേക്ക് തരികയാണ്. നിന്റെ മക്കളുടെ ദുഃഖങ്ങളൊക്കെ മാറ്റുവാൻ ദൈവമേ, ഹല്ലേലൂയ, കർത്താവെ, വിലാപത്തെ നൃത്തമാക്കുന്ന അപ്പച്ചനാണ്. കരങ്ങളിലേക്ക് എല്ലാവരെയും സമർപ്പിക്കുന്നു. നിന്റെ മക്കളുടെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുന്ന് സഹായിക്കണമേ. ഭാഗ്യാവസ്ഥ, ഹല്ലേലൂയ, ഓരോ മക്കൾക്കും അനുഭവിപ്പാൻ ഇടയാകണം കർത്താവേ. തിരുകരങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. പ്രാർത്ഥന കേട്ട് ഓരോ മക്കളെ അനുഗ്രഹിച്ചിരിക്കാൻ, അവരുടെ ദുഃഖങ്ങൾ മാറ്റിയിരിക്കാൻ സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബിനു അജു, മുംബൈ. ഹല്ലേലൂയ.